വെള്ളം കോരിയവരും വിറക് വെട്ടിയവരും നോക്കുകുത്തി. കരയുന്ന പിള്ളയ്ക്ക് ചോറുള്ളൂ. സർക്കാരിനെതിരെ KSU. ഹൈക്കോടതി പ്ലീഡർ നിയമനത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. തിരുവനന്തപുരം ലോ കോളേജിൽ SFIയുടെ സജീവ പ്രവർത്തകയായിരുന്ന അഡ്വക്കേറ്റ് ജയോണ ജെയിംസിനെ പ്ലീഡറാക്കിയതിനെതിരെയാണ് KSU അധ്യക്ഷന്റെ വിമർശനം. വഴിയിൽ കൂടി പോകുന്ന SFIക്കാരെയൊക്കെ ചുമക്കേണ്ട ബാധ്യത UDF സർക്കാരിനില്ല. തിരുവനന്തപുരം നിയമ കലാലയത്തിൽ KSUക്കാരെ നിരന്തരം മർദ്ദിക്കുന്നതിന് നേതൃത്വം കൊടുത്ത സംഘത്തിലുള്ളവരെ ഗവൺമെൻറ് പ്ലീഡറാക്കിയ നടപടി തിരുത്തപ്പെടേണ്ടതാണെന്ന് അലോഷ്യസ് സേവ്യർ ഫേസ്ബുക്കിൽ കുറിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി സർക്കാരിനെതിരെ സമരം ചെയ്യാനും പ്രതിഷേധമുയർത്താനും നിരന്തരം വിളിച്ചുകൊണ്ടിരുന്ന നേതാക്കന്മാരുടെ ഫോണുകൾ ഇപ്പോൾ KSU സഹപ്രവർത്തകർക്ക് വേണ്ടി വിളിക്കുമ്പോൾ ഇൻകമിംഗ് സ്വീകരിക്കാത്തത് തെറ്റായ പ്രവണതയാണ്. വഴിയിൽ കൂടി പോകുന്ന SFIക്കാരെയൊക്കെ ചുമക്കേണ്ട ബാധ്യത UDF സർക്കാരിനില്ല. എന്തുകൊണ്ട് പരസ്യമായി പ്രതികരിക്കുന്നു എന്ന ചോദ്യം പാർട്ടിയെ സ്നേഹിക്കുന്ന സഹപ്രവർത്തകർക്ക് ഉണ്ടാകുമെന്നതിനാൽ അതിനുള്ള മറുപടി കൂടി കുറിക്കാതിരിക്കാൻ വയ്യെന്നും ഫേസ്ബുക്കിൽ പറയുന്നുണ്ട്. വെള്ളം കോരിയവരെയും വിറക് വെട്ടിയവരെയും നോക്കുകുത്തിയാക്കി മാറ്റുന്ന നയം അംഗീകരിക്കാനാവില്ലെന്നും ഇക്കാലം അത്രയും വാദിച്ചതും ശബ്ദമുയർത്തിയതും KSUവായി തെരുവിൽ ചോരയൊഴുക്കിയവർക്കും കേസുകളിൽ പ്രതികളായവർക്കും വേണ്ടിയാണ്. വ്യക്തിപരമായ ഒരു സർക്കാർ ആനുകൂല്യത്തിനു വേണ്ടി വാദിക്കാൻ ഉദ്ദേശമില്ല. എന്നാൽ KSUക്കാരായ സഹപ്രവർത്തകരെ കണ്ടില്ല എന്ന് നടിക്കാനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അലോഷ്യസ് സേവ്യർ ഫേസ്ബുക്കിൽ കുറിച്ചു. 46-ാം വയസ്സിലും റഹീം DYFIയിൽ. പിണറായിയുടെ ധാർഷ്ട്യവും ഗോവിന്ദൻ്റെ ഭാഷയും തിരിച്ചടിച്ചുവെന്ന് വിമർശനം. DYFI കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ CPM നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് എന്നിവർക്കെതിരെയാണ് പ്രധാനമായും വിമർശനമുള്ളത്. പിണറായിയുമായി ബന്ധപ്പെട്ട മൈക്ക് വിഷയം, വീട്ടിൽ പോയി ചോദിക്കുക എന്ന പരാമർശം തുടങ്ങിയവ തിരിച്ചടി ഉണ്ടാക്കിയെന്നാണ് DYFI ചൂണ്ടിക്കാണിക്കുന്നത്. 46-ാം വയസ്സിലും റഹീം DYFIയിൽ തുടരുന്നതും വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പ്രധാന കാരണക്കാർ പിണറായിയും MV ഗോവിന്ദനും KK രാഗേഷുമാണെന്നാണ് സമ്മേളനത്തിൽ DYFI ഉയർത്തിയ പ്രധാനപ്പെട്ട ആരോപണം. പിണറായിയുടെ ധാർഷ്ട്യം തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ തിരിച്ചടിച്ചു. മൈക്ക് ഓപ്പറേറ്റർമാരോട് പ്രതികരിക്കുന്ന രീതി, വീട്ടിൽ പോയി ചോദിക്കുക എന്ന പത്തനംതിട്ടയിൽ പ്രസംഗത്തിനിടെ നടത്തിയ പരാമർശം എന്നിവയെല്ലാം പാർട്ടിക്ക് മുന്നണിക്കും അവമതിപ്പുണ്ടാക്കി. ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലല്ല MV ഗോവിന്ദൻ സംസാരിക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റെ ഭാഷാപ്രയോഗം ശരിയല്ലെന്നും വിമർശനമുയർന്നു. MV ഗോവിന്ദൻ്റെയും KK രാഗേഷിൻ്റെയും പ്രവർത്തന ഫലമായാണ് പയ്യന്നൂർ, തളിപ്പറമ്പ് പോലുള്ള പാർട്ടി കോട്ടകളിൽ പോലും LDF തോൽക്കാൻ കാരണമെന്നും സമ്മേളനത്തിൽ ആരോപണമുയർന്നു. ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ രാഗേഷ് പൂർണ്ണ പരാജയമാണ്. DYFI അഖിലേന്ത്യാ നേതാവായ റഹീം തിരുവനന്തപുരത്തെ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല കൂടി വഹിക്കുന്നത് അംഗീകരിക്കാനാവുന്നതല്ല. 35 വയസ്സായ മേഖലാ ഭാരവാഹികളെ മാറ്റാൻ തിടുക്കം കാണിക്കുന്ന അതേ നേതൃത്വമാണ് 46 വയസ്സായിട്ടും റഹീമിനെ DYFIയിൽ തന്നെ തുടരാൻ അനുവദിക്കുന്നതെന്നും വിമർശനമുണ്ടായി.